അർദ്ധരാത്രിയിൽ ഞാനൊരു അന്യസ്ത്രീയുടെ കൂടെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞ എന്റെ ഭാവി. എന്നാൽ ഈ കുരിശ് എങ്ങനെ ഇവിടെ വന്ന്? മന്തി തിന്നാൻ പോയവരെ കാണുന്നില്ലല്ലോ. ഇവര് വിളിച്ചിട്ട് എന്താ എടുക്കാത്തെന്നാ ഞാൻ ആലോചിക്കുന്നേ. അതെ, നിങ്ങൾ അവര് വരുമ്പോ എന്നെ വിളിക്കും. എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. ആ, നീ പോയി കിടക്കാം. ചേച്ചി ഇന്ന് ഒഴിച്ച് എടാ വൃത്തികെട്ടവനെ, ഇതായിരുന്നല്ലേ നിന്റെ പ്ലാൻ? ഇപ്പൊ ഞാൻ വിളിച്ച് കൂവിയുണ്ടല്ലോ. ആരും വരില്ല, ചിലപ്പോ ജാനു വരും. ഓ, അവളുണ്ടോ? ഉണ്ട്. കാരണം ഞങ്ങൾ ഒരു ഉളുപ്പും ഇല്ലാണ്ട് ആരാന്റെ വീട്ടിലും കേറി, അവരുടെ ബെഡ്റൂമിലും കേറി, അതും പോരാഞ്ഞ് ബെഡില് മൂത്രം ഒഴിച്ച് നാറി നിൽക്കുമല്ലോ. ഏയ് വാവത്തല്ലേ, നീ കാറിപ്പോവ്, ഞാൻ കാണട്ടെ ആരൊക്കെ വരുന്നു. എനിക്കിതിന് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് കുളിക്കണം. മാറ്. ഹലോ, ഇത് എന്റെ വീടാ. അതിനിവിടെ പ്രസക്തിയില്ല. ചായ ഇട്ടോ? എപ്പോഴേ ഇട്ടു. ദൈവമേ, ഞാൻ ഇന്നലെ പോയില്ലേ? കിച്ചുവേട്ടാ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇതെന്താ രാവിലെ തന്നെ? രാവിലെ അല്ല, ഇന്നലെ രാത്രി മുതലേ ഉണ്ട്. രാത്രിയോ? അപ്പോഴുണ്ടോ? അവനെ നീ തട്ടിക്കൊണ്ടു പോയില്ലേ? പിന്നെ എനിക്കതല്ലേ പണി. അപ്പൊ അവനെവിടെ പോയി? അപ്പോട്ടൻ എന്നെ ഇവിടെ ആക്കി അപ്പൊ തന്നെ വീട്ടിൽ പോയി. പോയാ? ആ പോയി. ജാനോ, ഒളിക്ക് ഒളിക്ക്. പിന്നെ ഇപ്പൊ സാറ്റ് കളിക്കാൻ പറ്റിയ ടൈമാണല്ലോ. അയ്യോ, അതല്ല, അവൻ കാണാതെ ഒളിച്ചിരിക്കാൻ. ഒക്കെ അവൻ എന്നെ ഇടിച്ച് പഞ്ഞിക്കിടും. ഞാൻ ഈ വഴി പൊക്കോളാം. നിക്ക്, എന്റെ ഫ്രോക്ക്. ഓടി പോർക്കെ, ഈ നേരത്തെ അവളുടെ ഒരു ഫ്രോക്ക്. ഡീ, ആ, നീ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഒറ്റയ്ക്കല്ല, എയർപോർട്ട്സ് ഉണ്ട്. കോളില്ല. എന്തേ? ഒന്നുമില്ല. ചായ അങ്ങോട്ട് കൊണ്ടുവരണ്ട, ഞാൻ വന്നെടുത്തോളാം. ഓക്കെ. ഓക്കെ. ലൂസാണ്. ഡീ, ഇത് എന്നെയല്ലേ? പിന്നെ ഞാൻ തുണിയില്ലാതെ ഇവിടെ നിക്കണം? ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ ഡ്രസ് എടുത്തിട്ടെ? എന്നെ എന്നാ കൊണ്ടുപോ. വേണ്ട. പറ, നീ എന്താ ഇവിടെ? ഞാൻ പത്രം ഇടാൻ വന്നതാ. എടി നുണച്ചി, നീ ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ താനും ഇന്നലെ ഈ റൂമിലുണ്ടായിരുന്നോ? അയ്യ, മാഡം ബുക്ക് ചെയ്ത് വന്ന റൂമാണല്ലോ. ഇത് എന്റെ റൂമാ. ഞാൻ എന്റെ ഏട്ടനെ നോക്കി വന്നതാ. എന്റെ ബെഡ്റൂമിലാണോ നിന്റെ ഏട്ടനിരിക്കുന്നത്? അത് പോട്ടെ, നിങ്ങളുടെ ഒരു പുന്നാരനിയത്തിണ്ടല്ലോ, അവളെവിടെ? കിച്ചണില്. ഓ, കല്യാണം പിറ്റേന്ന് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ? കല്യാണം പിറ്റേന്നോ? ആ, കല്യാണം. ഞാൻ അത് ചോദിക്കാൻ മറന്നുപോയി. നീ ഇവിടെ നിൽക്ക്, ഞാൻ ചോദിച്ചിട്ട് വരാം. ഞാനും വരാം. എനിക്ക് അവളോട് രണ്ട് ചോദിക്കാനുണ്ട്. മണ്ടത്തരം കാണിക്കല്ലേ. എന്താ? നീ ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്നാ അവൾ എന്ത് വിചാരിക്കും? ഞാൻ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് അവൾക്ക് മനസ്സിലാവും. ഉണ്ടാ, നീ ഈ എന്റെ ഡ്രസ് ഇട്ടോണ്ട് ചെന്ന അവൾ എന്ത് വിചാരിക്കും? ലൂസാ തോന്നുന്നു. ആ, നിന്റെ തലക്ക്. ഓ, ഇത് ജന്മന എങ്ങനെയാണോ ഈശ്വര ആരോടോ ഒന്ന് ചോദിക്കുന്നേ? ഒന്ന് മാറിക്കേ, എനിക്ക് അവളോട് രണ്ട് ചോദിക്കണം. ദയവ് ചെയ്ത് എനിക്ക് ചീത്തപ്പേര് മേടിച്ച് തരരുത്. ആവശ്യത്തിന് നിന്റെ ഏട്ടൻ മേടിച്ച് തരുന്നുണ്ട്. ആ, ഞാൻ ലേറ്റ് ആയിട്ടാ അറിഞ്ഞേ. എന്റെ ഏട്ടൻ പാടിയ ഒറിജിനലൊക്കെ ഇയാളുടെ അല്ലേ? ഹോ, മനസ്സിലാക്കി കളഞ്ഞല്ലോ. പോരാട്ടോ, ഇംപ്രൂവ് ആവാനുണ്ട്. എന്റെ ഏട്ടനെ കണ്ടുപിടിക്കേ, ഫാനായി പോ. നിന്റെ ചായ തണുക്കും. ഞാൻ അങ്ങോട്ട് വന്നോളാ. എന്തേലും ചെയ്യും. എനിക്കും വേണം ചായ. അയ്യ, ബ്രേക്ക്ഫാസ്റ്റ് കൂടി തരാം. ജാനു, തരാം തരാം. കറി സൈഡിൽ ഒഴിച്ചാ മതിയേ. അത് പിന്നെ ആദ്യം ഒളിച്ചോട്ടത്തെ കുറിച്ച് ചോദിക്കട്ടെ. രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ചോദിക്കണേ. ഒന്ന് പോരെ? ഒന്ന് എന്റെ. ഓക്കെ. അല്ല, അപ്പൊ നീ? ഞാൻ നാഗവലി. പോയി ചോദിച്ചിട്ട് ഫുഡ് കൊണ്ടുപോവാ. ഇപ്പൊ വരാം. നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ എന്റെ റൂമില്. മോളെ, നീ ഇന്നലെ ചാടിയതൊക്കെ ഞാൻ അറിഞ്ഞു.
എവിടെ പോയതാ? ഞാൻ അപ്പാട്ടിനെ കാണാൻ പോയി. ആരോട് ചോദിച്ചിട്ട്? ചോദിച്ചാ നീ വിടുവോ? ഇല്ല. ആ അതുകൊണ്ട് ചോദിക്കാണ്ട് പോയി. രാത്രി വീട്ടുകാരെ അറിയാണ്ട് കാമുകിന്റെ കൂടെ ഒളിച്ചോടി പോയതും പോരാ, ഓരോ ഉളുപ്പും ഇല്ലാണ്ട് തിരിച്ചു വന്ന് ദോശ ഉണ്ടാക്കുന്നു. ഒളിച്ചോടിയത് നിന്റെ മറ്റവള്, ഞാൻ ആ ടൈപ്പ് ഒന്നുമല്ല. പിന്നെ നീ ഇന്നലെ മറ്റവരുടെ കൂടെ നൈറ്റ് ഡ്രൈവിന് പോയതാണോ? ആ ചെറുതായിട്ട് ഒരു ചായ കുടിച്ചു, പിന്നെ അപ്പാട്ടെ തന്നെ കൊണ്ടാക്കി. അപ്പൊ ഒളിച്ചോടിയില്ലേ? ഇപ്പൊ ഞാൻ ഒളിച്ചോടാത്തതാണോ നിന്റെ പ്രശ്നം? അല്ല നീ എന്തിനാ അവിടെ കാണാൻ പോയേ? എനിക്കൊന്ന് കാണണം തോന്നി, ഞാൻ പോയി. ആഹാ ജാനു, നിനക്ക് തോന്നിയ പോലെ നടക്കാൻ പറ്റില്ല. നിനക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട് എന്ന് വെച്ചത് മിസ്യൂസ് ചെയ്യരുത്. നീ എന്ത് ചെയ്താൽ അതിന് മറുപടി പറയേണ്ടത് ഞാനാ. നിന്റെ പ്രായത്തിനൊക്കെ ഓരോന്ന് ചെയ്യും. വെറുതെ പറയിപ്പിക്കാൻ നിൽക്കരുത്. നമ്മുടെ കുടുംബ മഹിമ കളഞ്ഞു കുളിക്കരുത്. ഓ ഞാൻ പറയിപ്പിക്കാനൊന്നും പോണില്ല. പിന്നെ അപ്പേട്ടന്റെ കാര്യം, ഹീസ് എ ഗുഡ് ഗായ്. ഐ കൻ സേ ഇറ്റ് ബൈ ഹൗ ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് സിസ്റ്റർ. നിന്നെക്കാൾ എത്രയോ ഭേദം. നിന്റെ ലൈഫ് നിന്റെ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. നീ ഒരു പെൺകുട്ടിയാ. നീ ഒന്ന് ക്ലാസ് എടുക്കാണ്ട് പോവോ? ഒരു പ്ലേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എന്തോന്ന്? ഐ മീൻ ഒരു പ്ലേറ്റ് ദോശയും സാമ്പാറും. എന്താ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? എന്ത് മിസ്റ്റേക്ക്? സാധാരണ ഞാൻ ഫുഡ് എടുത്ത് വെച്ച് കാറി കുവേലല്ലേ നീ വരൂ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നലെ നീ ഒളിച്ചോടിയ ടെൻഷനിൽ ഒന്നും കഴിച്ചില്ല. ഇനി ഒളിച്ചോടിന്ന് പറഞ്ഞ കൊല്ലും ഞാൻ. കൊണ്ടാ ദോശ കൊണ്ടാ. എന്നാ കൊണ്ടുപോയി മുണുങ്ങ്. 2 ദോശ എക്സ്ട്രാ ഇട്. ഒടുക്കത്തെ വിശപ്പാണല്ലോ ഒന്ന്. ഹാ കൊണ്ടാ. ഇവര് വട്ടായോ? ഒളിച്ചോട്ടെ, എനിക്ക് വേറെ പണിയില്ലേ. ഇന്നാ തിന്ന്. അയ്യേ ദോശ. മാഡത്തിന് വേറെന്താണോ വേണ്ടേ? ഇടിയപ്പം ഉണ്ടാവും. ഇടിച്ച് മൂക്ക് ഞാൻ പരത്തും. വേണമെങ്കിൽ തിന്നിട്ട് സ്ഥലം വിട്ടോ. അത് വിട്. അപ്പോട്ടിനെവിടെ? ബെഡ്റൂമിലുണ്ടാവും. ഹാ നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ ഉണ്ടാവും. ഡിവോഴ്സായ? ഓ അതിനവര് കെട്ടിയാലല്ലേ ഡിവോഴ്സ് ആവൂ. അപ്പൊ കെട്ട് നടന്നില്ലേ? അവരെ ഒളിച്ചോടിയതൊന്നല്ല, ചായ കുടിക്കാൻ പോയതാ. കിച്ചോട്ടോ. ഇന്നാ മുണുങ്ങ്. എന്നിട്ട് അവള് കാണാതെ വേഗം സ്ഥലം വിട്ടോ. ഓ എവിടെ? മന്തി കഴിക്കാൻ പോയവരെവിടെ? അപ്പോ ഇനിയും നോക്കിയിരിക്കുന്നത് മണ്ടത്തരാ. ഇനി വേറെ വല്ലതും പറ്റിക്കാണോ? വിളിക്ക്, പോലീസിനെ വിളിക്ക്. അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ പോയി നോക്ക്. ഞാൻ പണ്ട് മുതലേ നിന്നോട് പറയണ്ടാ അത്ര വെടിപ്പല്ലാന്ന്. അവന്റെ മോന്തയിലെ കളലക്ഷണം കണ്ടാ അറിയാം അവൻ ശരിയല്ലാന്ന്. എന്നാലും അനുചേച്ചി. അയ്യോടാ ചേച്ചിയുടെ പൊന്നെ, ഞാൻ അങ്ങനെ പറയൂ? തള്ളെ, ഞാൻ എല്ലാം കേട്ടു. ഈ രൂപേഷ് പിപിനെയാ നിങ്ങൾ സംശയിച്ചത്. പിന്നെ കള്ളലക്ഷണം. ഇറ്റ്സ് എ മാനുഫാക്ചറിംഗ് ഡിഫക്ട്. അല്ലാതെ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യില്ല. എനിക്ക് സങ്കടായി. കിച്ചു ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. സാറിലടാ പോട്ടെ, ഞാൻ മാത്രം നിന്നെ സംശയിച്ചില്ലടാ. എന്നുയിർ നൻപുണ്ടോ? അല്ല അച്ചു എവിടെ? അത് പറ. വെറുതെ അല്ല, എന്തോ എടുക്കാൻ മറന്നു തോന്നിക്കൊണ്ടിരുന്നേ. അപ്പൊ അച്ചു ഇല്ലേ? മറന്നുപോയടാ. ഒന്നെല്ലാവരും ഒന്ന് സൈഡിൽ നിന്ന് പ്ലീസ് മറന്നു വെച്ചിട്ട് പറയാം. അവിടെ വല്ല കൊടയോ കവറേമാനാണോ? എവിടെയാണ് നീ എന്റെ കൊച്ചിയെ കൊണ്ടുപോയെ? ഞങ്ങൾ ഇവനെ രക്ഷിക്കാൻ പോയതാ. അതിന് ഇവനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ? അങ്ങനെ വിചാരിച്ചേ. എന്ത് കാര്യത്തിന്? ആ ജനനി ഇന്നലെ ഇവിടെ വന്നില്ലേ? അപ്പൊ നിന്നെ ഇടിച്ച് ചമ്മന്തി ആക്കാനാന്ന് കരുതി ഞാൻ അച്ഛനെ വിളിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ നിന്നെ അവളെ കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവള് നിന്നെ ഇടിച്ച് പത വരുത്തി ബാക്കി അവളുടെ ഏട്ടനെ തല്ലിപ്പിടിക്കാൻ എടുത്തോണ്ട് പോയെന്ന്. അമ്മാതിരി അപരാധമാണല്ലോ നീ ഇന്നലെ റിലീസ് ചെയ്തേ. അത് അച്ഛനോട് പറഞ്ഞപ്പോ അവള് പറയാ ക്യാഷ് ഒന്നും ചോദിക്കില്ലെങ്കിൽ എപ്പോഴാ വെച്ചാ തല്ലിയിട്ട് വിട്ടോട്ടേന്ന്. അതിന്റെ അങ്ങനെ പറഞ്ഞോ? ഓട്ടോ, പക്ഷെ ഞാൻ നിന്റെ ഉയർ നൻപനല്ലേ. എനിക്ക് നിന്നെ അങ്ങനെ തല്ലിക്കൊല്ലാൻ വിട്ടുകൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു നീയും ജനനിയും ഒളിച്ചോടിയെന്ന്. അപ്പൊ തന്നെ അവള് ഫുൾ ചാർജായി. ഞങ്ങൾ അപ്പൊ തന്നെ നിന്നെ നോക്കാൻ അവളുടെ വീട്ടിൽ പോയി. കണ്ടോ, ഇതാണ് അനുചേച്ചി പറഞ്ഞേ അച്ചു കിച്ചുവിന്റെ കൂടെ ഒളിച്ചോടിയെന്ന്. അവൾക്കെന്നാ വാ തുറന്ന് മുഴുവൻ പറഞ്ഞിട്ട് പൊക്കൂടെ? ആ സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് എക്സ്പ്ലനേഷൻ ലെറ്റർ ഉണ്ടാക്കാം. എന്നാലും യു ബ്രൂട്ടസി എന്നെ തെറ്റിദ്ധരിച്ചല്ലേ? അല്ല അച്ചു എവിടെ? അത് ഞങ്ങളവിടെ ചെന്നപ്പോ ആരുമില്ല. ബൈക്കിൽ എണ്ണയും തീർന്നു. പിന്നെ ഞങ്ങൾ അവളുടെ ഏട്ടനോ ആരെങ്കിലും വരുമ്പോ ഡ്രോപ്പ് ചെയ്യാൻ പറയാന്ന് കരുതി ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ അവള് രാവിലെ എണീറ്റപ്പോഴാ ജനനിനെ കണ്ടേ. അപ്പോഴാ കാര്യം മനസ്സിലായേ. പക്ഷെ അപ്പോഴേക്കും അവളുടെ ഏട്ടൻ വന്ന് ഞാൻ ബാക്കിലൂടെ ഇറങ്ങി ഓടി. കണ്ട, ഇത്രയുള്ള ഞങ്ങളുടെ ബുദ്ധി.
ചീറ്റിപ്പൊട്ടവറങ്ങി. എടാ ദുഷ്ട, 2 തല്ല് വാങ്ങിയിട്ടാണല്ലോ അവളെയും കൂടെ കൂട്ടിയിട്ട് വരണ്ടേ. അവന്റെ കണ്ണിൽ എങ്ങനെ അവള് പെട്ട. ഇന്നലെ അവന്റെ കൈ കടിച്ചു പറിച്ചതാ. ആ ദേഷ്യം എങ്ങാനും തീർത്ത. കൈക്കെന്താ പറ്റി? പൊള്ളിയോ? ഒരു പട്ടി കടിച്ചതാ. കഴിച്ചു കഴിഞ്ഞില്ലേ? പോവാൻ നോക്ക്. നടന്നു പോവാനോ? ബസ് സ്റ്റാൻഡ് വരെ വല്ല ഓട്ടോയും പിടിച്ചു പോവാ. പക്ഷെ പൈസ തരണം. ഞാനോ? എന്നാ ജന്മിയോട് ചോദിക്കാം. വേണ്ട, ഞാൻ കൊണ്ടാക്കാം. എന്നാ വാ പോവാ. അതെ, വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഏട്ടന്റെ പുതിയ ബെഡ് മേടിക്കാനുള്ള പൈസ തരാൻ പറയണം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊന്നും നനച്ച് വെയിലത്തിട്ടാ മതി. അപ്പൊ ഇത് സ്ഥിരാണല്ലേ? ജനനിയോട് പറയല്ലേ പ്ലീസ്. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാ ജനനിയോട് ഞാൻ ഇന്നലെ ഇവിടെ കിടന്നേ പറയും. അയ്യോ, ഞാൻ പറയുന്നില്ല, പോരെ. ഇവിടെ നിക്ക്, ഞാൻ അവൾ എന്ത് ചെയ്യാൻ നോക്കട്ടെ. എന്റെ ഫ്രോക്കിന് എന്ന് കിട്ടുമോ? നീ ശാന്തപ്പൻ, നീ എന്താ ഇവിടെ? അവള് റൂമിലാ തോന്നുവാ. പോ. നീ ഇവിടെ ആയിരുന്നോ കൊച്ചു കള്ളി? ആരടാ ഇത്? നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അവന്റെ പെങ്ങളെ ആർച്ച. നല്ല വൈറ്റമിന്റെ കുറവുണ്ട് നിനക്ക്. അതെനിക്ക് മനസ്സിലായി. ഇവളെന്താ നിന്റെ റൂമില്? വഴിമാറി കയറിയതാവൂ. നിന്റെ റൂമാകരുതി കാണും. അപ്പൊ നിന്റെ ഡ്രസ്സോ? ഡ്രസ്സോ? ആഹാ, ശരിയാ. ഇതുപോലത്തെ എനിക്കുണ്ടല്ലേ. മോളുടെ ഏട്ടന്റെയാ? ആ മോളുടെ ഏട്ടന്റെ അല്ല, ഈ മോളുടെ ഏട്ടന്റെയാ. സത്യം പറ, ഇവളെന്താ ഇവിടെ? നീ പറ, നീ എപ്പോഴാ വന്നേ? ഇന്നലെ രാത്രി. രാത്രിയോ? നീ ഇവിടെയാണോ കിടന്നേ? ആ, ഞാൻ അകന്നാ കിടന്നേ. മര്യാദക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല. ഓഹോ, അപ്പൊ രണ്ടും ഇന്നലെ ഒരു ബെഡിലായിരുന്നു. ഒരു നൈറ്റ് ഫുള്ള്? നീ വിചാരിക്കുന്ന പോലൊന്നല്ല. രണ്ടും ഒരു നൈറ്റ് ഒരു റൂമിൽ ഒരു ബെഡിൽ കിടന്ന് ബെഡ്ഷീറ്റ് മാറ്റി അവള് നിന്റെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ ഒന്നുമില്ലാന്ന് കരുതണം. അല്ലടാ പട്ടി, ഇതാണോ നിന്റെ കുടുംബ മഹിമ? ഐസ്, നിങ്ങളൊന്ന് നിർത്ത്. എന്റെ വീട്, എന്റെ ബ്രദർ, ഞാൻ തല്ലും. തല്ലരുത്. നീ കുറച്ചു നേരത്തെ എന്തൊക്കെയാ പറഞ്ഞേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഫ്രീഡം മിസ്യൂസ് ചെയ്യരുത്, കുടുംബ മഹിമ കളഞ്ഞു കുളിക്കരുത്. ഇവിടെ നീ രാത്രി നിന്റെ റൂമിൽ കയറ്റിയത് പിന്നെ എന്തിനാടാ? പുണ്യാഹം തെളിച്ച റൂം വെഞ്ചരിക്കാനോ? അവൾ ഇടപെടലൊന്നും തളിച്ചിട്ടുണ്ട്, പക്ഷെ പുണ്യാഹം അല്ലാന്ന് മാത്രം. നിന്നെ ഞാൻ കൊല്ലോടാ ഉത്തരവാദിത്ത മോനെ. ജനനി, ഞാൻ അപ്പേട്ട നോക്കി വന്നയാ. ഉറക്കം വന്നപ്പോ അറിയാണ്ട് കയറി കിടന്നയാ. സത്യമായിട്ട് നിന്റെ ഏട്ടൻ ഞാനിവിടെ ഉണ്ട് എന്നറിയില്ലായിരുന്നു. അപ്പേട്ടനാണേ സത്യം. കണ്ടാ, ഞാൻ ഈ പിശാശ് ഇവിടെ കേറിയത് പോലും അറിഞ്ഞിട്ടില്ല. പിശാശ് നിന്റെ പുണ്യാഹം. ഇവളും നിങ്ങൾ ഒളിച്ചോടിയെന്നാ കരുതിയേ. ഓഹോ, എന്നിട്ട് രണ്ടും കൂടെ എവിടെയായിരുന്നു? ഈ ഷെർലക് ഹോംസിനെ വീട്ടിൽ കൊണ്ടാക്ക്. അല്ല, ഒരു മിനിറ്റ്. നീ അപ്പൊ ഇന്നലെ ഞങ്ങളുടെ വീട്ടിലെന്തിനാ വന്നേ? അവനെ കാണാൻ. എന്തിന്? അത് പിന്നെ ദേഷ്യം വരില്ലേ? എന്റെ ഏട്ടന്റെ പാട്ട് കൊളാക്കിയതിന് രണ്ടെണ്ണം ചോദിക്കാൻ പോയതാ. അല്ലാതെ നിനക്കെന്റെ ഏട്ടനോടൊന്നും ഉള്ളത് കൊണ്ടല്ലല്ലോ അല്ലേ? അയ്യേ, പ്രേമിക്കാൻ പറ്റിയൊരു സാധനം. എന്നും നിനക്ക് ഇതേ അഭിപ്രായമായിരിക്കണം. അല്ല, അപ്പോ ഇവിടെ വേഗം വീട്ടിൽ കൊണ്ടാക്ക്. അവര് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. ഒരു മിനിറ്റ്, കിച്ചേട്ടനോട് പോയി? അത് പോയി. പോയാ? നീ പുള്ളിനെ മറന്നതുപോലെ പുള്ളി നിന്നെ മറന്നു കാണും. ആ പറയുമ്പോലെ നിങ്ങൾ ഒളിച്ചോടിയില്ലേ? അയ്യേ, കിച്ചേട്ടന്റെ ഏട്ടന്റെ ഫ്രണ്ടാ. വൃത്തിയോടെ പറഞ്ഞോണ്ടല്ലോ. ഞാനല്ല, ഞാൻ ഇന്നലെ ഇവിടെ നോക്കി നിന്റെ വീട്ടിൽ പോയപ്പോ നിന്റെ ചേച്ചിയാ പറഞ്ഞേ നീ കിച്ചന്റെ കൂടെ ഒളിച്ചോടിയെന്ന്. അയ്യേ, അപ്പൊ അവനും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കിച്ചേട്ടന്റെ കൂടെ അല്ലേ വന്നേ. ഇതെന്താ സത്രോ? നീ അവളെ വീട്ടിൽ കൊണ്ടാക്ക്. വാ, ഞാൻ കാറെടുക്കാം. ഉണ്ണിയാർച്ച ഒന്നവിടെ നിന്നേ. എന്താ? ഓക്കെ, ഞാൻ വിശ്വസിച്ചു. പക്ഷെ നീ എന്തിനാ അവന്റെ ഷർട്ടും പാന്റും ഇട്ടിരിക്കുന്നേ? ആ രഹസ്യം ഞങ്ങളോടൊപ്പം മണ്ണിലെറിയും. ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ, പിന്നെ സത്യമായിട്ട് നിന്റെ ഏട്ടൻ നിരനിര വെരിയായി മനസ്സിലായി. ഞാൻ നേരത്തെ കിച്ചേട്ടനെ കണ്ടിരുന്നു. ബാക്കി ഊഹിക്കാലോ. എന്നിട്ടാണോ നീ അതിന് ഇങ്ങനെ തല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചാൻസ് കിട്ടുമ്പോഴേ അവന് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റൂ. അത് ശരി, ഞാൻ എന്നാ പോട്ടെ. പിന്നെ
എന്റെ ഫ്രോക്ക് ഇതുവരെ കിട്ടിയില്ല. ഓ, അതിന് കിച്ചോട്ട തന്നില്ലെങ്കിൽ ഞാൻ വേറെ ഒരെണ്ണം മേടിച്ച് കോളേജ് തുറക്കുമ്പോ കൊണ്ടുവരാം. ഹാ, ബൈ. പോടി, കേറി പോടി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. പാട്ടൊക്കെ ഹിറ്റ് ആയിട്ടും ഇയാള് ഫേമസ് അല്ലല്ലോ. ആണല്ലോ. ഗൂഗിളിലൊക്കെ ഉണ്ടോ? ഇല്ല, റേഷൻ കാർഡിലുണ്ട്. മൊരടനാ മൊരടൻ. നിനക്ക് എത്ര വയസ്സായി? 21 ആവുന്നു. അല്ല, ഇപ്പോഴും ബെഡിൽ മൂത്രം ഒഴിക്കുന്നോണ്ട് ചോദിച്ചാ. മാറ്റേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കേട്ടോ. വലിയ കുട്ടിയായില്ലേ, കല്യാണൊക്കെ കഴിക്കുമ്പോ പ്രോബ്ലം ആവും. അത് ഞാൻ നോക്കിക്കോളാം. ഇയാള് ഡ്രൈവിംഗ് നോക്ക്. ഞാൻ നിന്റെ ഡ്രൈവർ അല്ലേ? ഇനി മേൽ കാര്യം അറിയാതെ തുള്ളരുത്. ഓ, കിച്ച് കൊണ്ടുവരാൻ പോയില്ലേ, വരട്ടെ. എന്തൊക്കെ ചിന്തകളാ, ഇനി മേലാളൊന്നും ചിന്തിക്കരുത്. ഓ, ഇപ്പൊ ഞാനാണോ കുറ്റക്കാരി? സത്യം, അവൻ ഇത്ര കൂട്ടൊന്ന് തിരിച്ചെത്തിയോ? അമ്മേ, തല്ലാനല്ല, എന്റെ വീട്ടിൽ നിന്ന് നിന്റെ ഒരു സാധനം കളഞ്ഞു കിട്ടി. അയ്യോ, ഞാൻ നല്ല മുറ്റത്തേരേ ഒന്നുള്ളൂ. ഇതാ ആ സാധനം. നീ എന്താ ഈ ചേരാത്ത വേഷത്തില്? ഈ ഏട്ടന്റെയാ, ലൂസാ. ഇവളുടെ ഡ്രസ് ചീത്തയായോണ്ട് കൊടുത്തിയ? ജനനിയുടെ ഇട്ടാ പോരായിരുന്നോ? എനിക്ക് അവളുടെ ഡ്രസ് ഒന്നും വേണ്ട. മാറ്, ഞാൻ എന്റെ തലേനെ കാണട്ടെ. എന്നാ പോവല്ലേ, അതാ നിനക്ക് നല്ലത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അല്ല, അപ്പ കിച്ചു പോയാ? ആ, പോയി. കിച്ചേട്ടനല്ലേ ഞങ്ങൾ ഒളിച്ചോടി നടിച്ചിറക്കിയേ. ഏയ്, ഞാനോ? എന്റെ ഫ്രോക്ക് എപ്പ തരും? ഞാൻ ഒരു സത്യം പറയട്ടെ. അത് നശിപ്പിച്ചു അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ അമ്മ അത് കൈക്കള തുണിയാക്കി. കൈക്കല തുണിയോ? അതിന്റെ വില എത്രയാണെന്നറിയോ? ഒരാൾക്ക് നോ വിഷയം. ഏത് നേരത്താണോ? അതൊക്കെ പോയി ചോദിക്കുന്നത് മോശല്ലേ? അതല്ല, നിങ്ങൾ അന്ന് ഇവിടെ കേറിയത്. അമ്മയും മസിലളിയൻ, നിനക്ക് തോന്നുമ്പോ കേറി വരെ ഇതൊന്നും നിന്റെ തറവാടോ? ഞാൻ അച്ഛന് കൂട്ടാൻ വന്നതാ. അതിന് ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അയ് ശരി, എന്നാ ഞാനങ്ങോട്ട് നിക്ക്. ഇവിടെ കിടക്കുന്ന നിന്റെ വണ്ടി എടുത്തോട്ട് പോ. കുറച്ച് എണ്ണ ഊറ്റി തരാണ്ടാവോ? എന്നാ കൊണ്ടോക്കോളാം. എടാ, നീയൊക്കെ ഏതാടാ? ഞാൻ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നേ? ഒന്നുമില്ലേലും നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ ബ്രോ. പിന്നെ ഭാവിയിൽ കുടുംബക്കാരാവില്ലെന്ന് ആര് കണ്ടു? അത് മുടക്കാൻ ഞാൻ ഒന്നും ചെയ്യേണ്ടി വരില്ല. ചുമ്മാ കൈയും കെട്ടി നോക്കി നിന്നാ മതി. ഒക്കെ അവിടെയുള്ള കുറിപ്പ് ചെയ്തോളൂ. നീ എന്നിട്ട് അവന്റെ കൂടെ കിടന്നോ? ഞാനാ ആദ്യം കിടന്നേ. രാവിലെ ആയിട്ടുള്ള റൂമിൽ കണ്ടു. ഒരു മൂലയ്ക്ക് ഇരിക്കുവായിരുന്നു. എന്റെ ദൈവമേ, ഈ പെണ്ണിന്റെ ഒരു കാര്യം വേറെ വല്ല വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുവോ? ഈ കഥ മൊത്തത്തിലേ ലോകത്തെവിടെ നടക്കില്ല. അവൻ നിന്നെ ചീത്ത വല്ലതും പറഞ്ഞോ? ഇല്ല. അപ്പ എന്നെ കിട്ടാൻ കാത്തിരിക്കുവാ. എനിക്കൊരു കാര്യം എല്ലാരോടും കൂടെ പറയാനുണ്ട്. വിശക്കുന്നുണ്ടോ? അതല്ല, ഒരാഴ്ച ഇനി കോളേജിൽ കയറാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ ആർട്സ്. ഞാൻ കഠിനമായ ഡാൻസ് പ്രാക്ടീസിലായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ജ്യൂസ് ഒക്കെ തന്ന് എന്നെ ഉഷാറാക്കണം. അതിപ്പോ ഒരു പണിയില്ലാണ്ട് നീ ഇവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിലും ഉഷാറാക്കലിന് കുറവൊന്നുമില്ലല്ലോ. ഒരാഴ്ച ഇപ്പൊ കാണാൻ പറ്റില്ലല്ലേ? ആരെ ആരെ ആരെ? കാണാൻ പറ്റുമല്ലോ നിന്നെ. മോനെ അപ്പു, നീ എനിക്ക് ഏട്ടത്തിയായിട്ട് ആ ജനനെ കൊണ്ടുവരാനുള്ള പ്ലാൻ ആണെങ്കിൽ. അയ്യേ, ഞാനോ? നീ അവളും വല്ലാണ്ട് കിടന്ന് ഉരുളുന്നുണ്ട്. നടക്കില്ല മോനെ, നടത്തത്തില്ല ഈ ആഴ്ച. നിനക്ക് ശരിക്കും ആ കൊച്ചിന് ഇഷ്ടാണോ? അവൾക്ക് എന്നെ അടിപൊളി. രണ്ടും തമ്മി കണ്ട കീരിയും പോകുമ്പോണ്. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ ഒരു ഐഡിയ ഉണ്ട്. എന്താ, ഈ ബന്ധം അങ്ങോട്ട് വേണ്ടാന്ന് വെക്ക. ഇയാളാ ഞാൻ. ഒന്ന് പോടോ. ഞാൻ നാളെ ചെന്നൈക്ക് പോകും. ഷിജാന്റെ അപ്പൊ ഇന്ന് വരുമോ? അതാ പ്രശ്നം. മോള് പ്രസവിച്ചില്ലേ, ആന്റിക്ക് വരാൻ പറ്റില്ല. പകരം ആരെ നിർത്തുമെന്നാ. അത് സാരല്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അത് വേണ്ട, നൈറ്റ് എന്തായാലും ഒരാൾ വേണം. അത് കൊഴപ്പല്ലടാ. വേണ്ട വേണ്ട. അന്ന് ആ പെണ്ണിന്റെ കൂടെ വേറൊരു പെണ്ണ് വന്നില്ലേ? ആരുടെ കൂടെ? അന്ന് രാത്രി നോട്ട് മേടിക്കാൻ ആർച്ചയുടെ കൂടെ. കിച്ചി, ആ കുട്ടി നോക്കുവോ? കണ്ടിട്ട് അത്യാവശ്യം ബോധമുള്ള കൂട്ടത്തിലാ തോന്നുന്നു. ആ ചേച്ചി ബാംഗ്ലൂർ പോയി. പിന്നെ ആരെ നിർത്തും? ആർച്ചേനെ നിർത്തിയാലോ? ബെസ്റ്റ്.
എനിക്ക് നിന്നെ മൂത്ത ഒരാളുടെ സ്ഥാനത്ത് നിന്ന് കേറ് ചെയ്യുന്ന ഒരാളെ വേണ്ടേ, അല്ലാതെ നിനക്ക് നോക്കാൻ 5 വയസ്സുള്ള ഓർമ്മത്തിനല്ല. പോരാത്തതിന് അവളെ ഇവിടെ നിർത്തിയ അവളുടെ ഏട്ടന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഇവിടെ വന്ന് നോക്കേണ്ടി വരികയെ, അത് വേണ്ട. എന്തായാലും ഒരാഴ്ച ലീവല്ലേ, നീ എന്റെ കൂടെ വാ. ശരിക്കും? ഹാ, നാളെ രാവിലെ ഒരു 8:30 ഇറങ്ങണം. ഓക്കെ. അതിനു മുമ്പ് ഒന്ന് അമ്പലത്തിൽ പോവാം. ഓക്കെ. എത്ര ദിവസത്തേക്കാ? 4 to 5. ഓക്കെ. അല്ലേലും ഇവിടെ നിന്നാ കാണാൻ പറ്റില്ലല്ലോ, ക്ലാസ്സിലല്ലോ ഒരാഴ്ച. അത് ശരിയാ, പോയി എൻജോയ് ചെയ്. നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എങ്ങനെ? അമ്പലത്തില് വാ. ആ, അത് കൊള്ളാം. എന്നാ നാളെ കാണാം. ഓക്കെ. എന്താണോ ഒരു കള്ളച്ചിരി? അല്ല, നാളെ ഒന്ന് അമ്പലത്തിൽ പോയാലോ എന്ന് ആലോചിക്കുക. അത് നന്നായി. നിനക്കും അച്ഛനും ഇപ്പൊ ശനിദശയാ. അത് ശരിയാ, അവളോട് പറയട്ടെ. അച്ചു, നാളെ രാവിലെ അമ്പലത്തിൽ പോണം, നേരത്തെ എണീക്കണം. എന്താ വിശേഷം? ഒന്നുമില്ല, വെറുതെ. മറക്കല്ലേട്ടോ. മൂത്രം ഒഴിച്ചിട്ട് കിടക്ക്. എനിക്കിപ്പില്ല. എന്നാ വരുമ്പോ ഒഴിച്ചിട്ട് കിടന്നാ മതി. ഒരു 10 മണിക്ക് പോയാ പോരാ അപ്പോട്ടാ? എന്നാലേ പായസാവൂ. പറ്റില്ല, നേരത്തെ പോണം. തൂണിലും തുരുമ്പിലും ദൈവണ്ടത്രേ. എന്നാ ഇവിടുത്തെ തൂണിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാ പോരെ. മടിച്ചി, ഒരു ദിവസം നേരത്തെ എണീറ്റ് കരുതി ഒന്നും സംഭവിക്കില്ല. ഞാൻ ചീട്ടെടുത്തിട്ട് വരാം. ആ. എന്താ ഇങ്ങനെ നോക്കുന്നേ? കൊള്ളാം. എന്ത്? എല്ലാം. എവിടെ മസിലളിയൻ? വഴിപാട് കഴിക്കാൻ ചീട്ടെടുക്കാൻ പോയേക്കോ. അച്ചു വന്നിട്ടുണ്ട്, തൊഴുത് കഴിഞ്ഞില്ല. അവളെന്തിനാ കൂട്ടിയേ? എങ്ങാനും മസിലളിയൻ പൊക്കിയ അവളുടെ കൂടെ വന്നതാ പറയാലോ. ബെസ്റ്റ്. എന്നിട്ട് അവള് നമ്മളെ പൊക്കണം. വാ, അങ്ങോട്ട് നിൽക്കാം. അപ്പൊ അവൻ തൊഴാൻ കയറി വിചാരിച്ചോളും. വാ. എന്റെ മെയ്യാകെ തരിച്ചു പോയി നിന്റെ കണ്ണിൽ. ഇവിടുന്ന് നേരെ പോവാണോ? ആ. വിളിക്കണേ. അവൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്യാം. ഏട്ടാ. അയ്യോ, ഞാൻ എവിടൊക്കെ നോക്കിയെന്നറിയോ? ഇതിലൂടെ ഒരു ആന പോയി, അതിനെ നോക്കാൻ വന്നതാ. ഒന്ന് തൊഴുതിട്ട് വാ, എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല. നീ വണ്ടി കയറി ഇരുന്ന് ഉറങ്ങിക്കോ, ഞാൻ ഇപ്പൊ തൊഴുതിട്ട് വരാം. വെളുപ്പം കളിച്ച് ബാക്കിയുള്ള ഉറക്കവും കളഞ്ഞിട്ട് പോയോ? പോയി. ഞാൻ എന്നാ പോട്ടെ. പോട്ടേന്ന്. നിക്ക്, നിന്നെന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ശരി, നീ തൊഴുത് കേറിയോ? ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നേ. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ, എനിക്ക് ഉറക്കം വരുന്നു. നിന്റെ ഉറക്കം തൂങ്ങിയുള്ള സൗണ്ട് ഇത്രയും ക്യൂട്ടായിരുന്നു. ഐ ആം ഓൾവേസ് ക്യൂട്ട്. ഏട്ടൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഏട്ടനോ? ആഹാ, അമ്പലത്തിൽ വന്ന ഉടനെ നീ നന്നായോ? കൊള്ളാലോ. ഇവിടെ നീ പോയില്ലേ? ഏട്ടനെ കാണുന്നില്ല. വിളിച്ചു നോക്ക്. ഫോൺ കാറിലാ, ഇപ്പൊ കാറും കാണുന്നില്ല. അതാ, നിന്നെ മറന്നുപോയോ? ഒന്ന് പോ. ഇനി എന്തെങ്കിലും മേടിക്കാൻ പോയോ? അതായിരിക്കും. ഞാൻ കാർ ലോക്കാക്കിട്ടാ വന്നേ. അൺലോക്ക് ആക്കട്ടെ, ഇല്ലെങ്കിൽ അവള് കാറിൽ ചാരി നിന്നുറങ്ങും. ഞാൻ താഴത്തെ പാർക്കിങ്ങിൽ നോക്കട്ടെ. ഇവളിത് എവിടെ പോയി? അപ്പോട്ടാ അവിടെ ഇല്ല. നീ അച്ഛനെ കണ്ടോ? ഇല്ല. അവളെയും കാണാനില്ല. ഓർത്ത് നോക്ക്, ഓർത്ത് നോക്ക്. ഇല്ല, എനിക്കറിയില്ല. എനിക്ക് മറ്റേ നമ്പറെ കാണാണ്ട് അറിയൂ. അതിൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ. നെറ്റ് ഓൺ അല്ല തോന്നുന്നു. അയ്യോ, എന്നെ മരിച്ചേച്ചി കൊല്ലും. ഇവിടെ തന്നെ ഞങ്ങളും പാർക്ക് ചെയ്തേ. അവക്ക് ഉറക്കപ്പിച്ചില് വണ്ടി മാറി കാണുമോ? വാ, പോയി നോക്കാ. കേറ്. ഇതെന്റെ ഐഡിയ ആയിപ്പോയി. ഹലോ. വരുവാ. ഇവിടുന്ന് പുറപ്പെട്ടേ ഉള്ളൂ. പിന്നെ ആ അക്കയുടെ ഒന്ന് കോട്ടേജ് ക്ലീൻ ചെയ്ത് തരാൻ പറയട്ടോ. പെങ്ങളും വരുന്നുണ്ടേ. അവൻ അവിടെ ഇല്ലേ? സ്റ്റുഡിയോ ഇല്ലേ? ശരി.
അപ്പോട്ടാ ഈ ബ്ലോക്കിൽ നമുക്ക് അവരെ കിട്ടും തോന്നില്ല കേട്ടോ. ദൈവമേ, ഇന്ന് എന്നെ അവര് കൊല്ലും. ടൂറ് പോയോ? എങ്ങോട്ട്? ചെന്നൈ. ആരുടെ കൂടെ? വാ പറ. അതാരാ അവിടെ? ഇവളെന്താ ഇവിടെ? അത് പെങ്ങന്മാര് തമ്മിൽ സ്വാപ്പായി പോയി. സ്വാപ്പോ? അതായത് ഇവളുടെ ഏട്ടന്റെ കൂടെ ചെന്നൈക്ക് പോവാനിരുന്നയാ. എന്നിട്ട് പോയില്ലേ? ഇല്ല, ഇവളിരിക്കേണ്ട സീറ്റിൽ വേറൊരാള് കേറിയിരുന്നു. ആര്? അച്ചു. അച്ചോ? ദേവേ, അവൾ അവന്റെ കൂടെ ചെന്നൈക്ക് പോയോ? പോയി. അവളെന്താ കണ്ണും പൂട്ടിയാണോ നടക്കുന്നേ? അതൊരു ഷോർട്ട് സ്റ്റോറിയാ, ഞാൻ പറയാം. ഇവളിത് എന്തോർക്ക? ജാനോ? ജാനുവിന്റെ തല. എനിക്ക് കേൾക്കണ്ട അവളുടെ പേര്. എണീക്ക് പെണ്ണെ, എത്ര നേരായി? വിശക്കുന്നില്ലേ നമുക്ക്? ചേച്ചിയോട് ചോറെടുക്കാൻ പറയപ്പോട്ടോ. അത് ഞാനല്ലേ ചോദിക്കണ്ടേ? യു എഗെയിൻ? ഞങ്ങളുടെ കാർ കയറിയിട്ട് എന്നോട് ഒച്ചയിടുന്നോ? അപ്പേട്ടാ, ഏട്ടാ. ഇത്ര ഒച്ചയിൽ വിളിച്ചാൽ അങ്ങ് കേരളത്തിൽ കേക്കില്ല. ഇതേതാ സ്ഥലം? ചെന്നൈ. ചെന്നൈയോ? ജാനു ഉണ്ടി. അയ്യോ അണ്ണാച്ചികളെ, ഇയാളെ കടത്തിക്കൊണ്ട് വന്നതാണേ. ഏയ്, ആര് കടത്തിക്കൊണ്ട് വന്ന്? പിന്നെ ഇതെന്താ മാജിക്കോ? അയ്യോ, എന്റെ തല വേദനിക്കുന്നു. ഇവിടെ ഫുൾ അണ്ണാച്ചികളാണല്ലോ, ഒറ്റ ഇന്ത്യക്കാരനില്ലേ? ഫോൺ എടുക്ക്. ഫോൺ വണ്ടി തന്നെയാ. അയ്യോ, അവളിനി എവിടെയാണോ? നീ എങ്ങനെ ഇതിൽ കയറി? ഞാൻ എന്റെ ഏട്ടന്റെ കാറിലാ കയറിയേ. എവിടുന്ന്? അമ്പലത്തിന്ന്. ഓ, അങ്ങനെ. അവൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ഏട്ടനെ വിളിക്ക്. ഇതേതാ നമ്പർ? ജെകെയോ? ഏട്ടനാ, കൊണ്ടാ. ഹലോ, നീ എവിടെടാ? ഞാൻ ചെന്നൈയിലെത്തി. നീ അവന്റെ കൂടെ അല്ലേ? ആർച്ച എവിടെ? ഇവിടെ ഉണ്ട്. ആർച്ച അവന്റെ കൂടെ തന്നെ ഉണ്ട്. ഹൗ, മാജിയമ്മക്ക് വീട്ടിൽ പോയി നിന്നോ? ഒറ്റയ്ക്ക് നിന്നാലും വേണ്ടില്ല. വാതില് ഞാൻ തല്ലി പൊളിക്കണായിരിക്കും. എന്റെ ഫോൺ പോലും ഇല്ല. അവിടെ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടോ. എടി മൊയിലും പല്ലി. ഹാ, മൊയിലും പല്ലി. ഇത് നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? ഞാൻ വല്ലതും പറയും. ഇങ്ങോട്ട് വേണ്ട. ഹലോടാ മോനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവളിവിടെ സേഫ് ആയിരിക്കും. പിന്നെ നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. നീ പേടിക്കേ വേണ്ട. എന്റെ 2 കണ്ണും 24 മണിക്കൂർ ഇവളുടെ മേത്തായിരിക്കും. അതുപോലെ നിന്റെ 2 കണ്ണും 24 മണിക്കൂറും അല്ല, വേണ്ട. അവളൊന്ന് ശ്രദ്ധിച്ചാ മതി. തൊട്ടടുത്ത ജില്ലയിൽ പോലും പോവാത്ത പെണ്ണ. ഓ ശരി, അവള് നിന്റെ വീട്ടിൽ നിന്നോളാന്ന്. അയ്യ, അത് വേണ്ട. എനിക്കും താല്പര്യമില്ല. പിന്നെ നിന്റെ ചേച്ചി നോക്കിക്കോളാ പറഞ്ഞു. അവര് തമ്മിൽ എന്തോ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. സംതിങ് മത്തി. എന്തോന്ന്? അല്ല, താനിപ്പോ എന്തിനാ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നേ? എനിക്ക് പുതിയ സോങ് ചെയ്യണം. അതിന്റെ ഇടയിൽ ഈ കുരിശ്. ഹലോ, എന്റെ കാലക്കേട്ടിന് ഞാൻ ഈ വണ്ടിയിൽ മാറി കയറിയതാ. അല്ലാതെ തന്റെ കൂടെ ട്രിപ്പിന് വന്നതല്ല. ദേ, 5 ദിവസം 5 ദിവസം മര്യാദക്ക് എന്റെ കൂടെ നിക്കാൻ പറ്റുവാണെങ്കിൽ നിന്നാ മതി. ഇല്ലെങ്കിൽ കിട്ടുന്ന വണ്ടിക്ക് കയറി പൊക്കോണം. പോവും. നാട്ടിലേക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് നീ എന്നെ കിഡ്നാപ്പ് ചെയ്തു പറയും. ആഹാ, നീ അപ്പൊ അത്ര പാവൊന്നല്ല. നിനക്കാരെ ബുദ്ധിയില്ലാറണേ? ആരാ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ലാന്ന്? ആരും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും നിനക്ക് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാ ഡാന്നൊക്കെ നിന്റെ ഏട്ടനെ വിളിച്ചാ മതി. അതിന് ജനനി വരെ നിന്നെ എടാന്നല്ലേ വിളിക്കുന്നേ? അവളങ്ങനെ പലതും വിളിക്കും. എന്ന് വെച്ച് കണ്ണി കണ്ടോടൊന്നും എന്നെ വായി തോന്നിയത് വിളിക്കണ്ട. ഏട്ടാന്ന് വിളിച്ചാ മതി. പറയണ്ടായിരുന്നു. പോവാ. എനിക്ക് ഡ്രസ്സൊന്നുമില്ല. ജാനുവിന്റെ പാക്ക് ചെയ്ത ബാഗ് ഡിക്കിയിൽ ഇരിപ്പുണ്ട്. സ്കിൻ കെയർ വരെ ഉണ്ട്. അയ്യ, എനിക്ക് അവളുടെ ഒന്നും വേണ്ട. ഇല്ല, ഞാൻ നിനക്ക് പുതിയത് മേടിച്ചു തരാം. പോവാ. അയ്യ, നിന്റെ ഏട്ടന് എനിക്ക് പൈസ ഒന്നും ഇട്ടിരിക്കല്ലേ? ഞാൻ പറഞ്ഞ കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞ എന്റെ കൂടെ കയറി വരാൻ. എനിക്ക് പ്രധാനപ്പെട്ട ചിലത് മേടിക്കാനുണ്ട്. ഒന്നും മേടിച്ചു തരില്ല. എല്ലാം ജാനുവിന്റെ യൂസ് ചെയ്താ മതി. ഇന്നർവേഴ്സ് അവളുടെ യൂസ് ചെയ്താൽ മതിയോ? എവിടുന്നാ മേടിക്കണ്ടേ? എനിക്ക് ഇവിടുത്തെ കടയൊന്നും അറിയില്ല. ഓ സോറി. ഇത് കൊള്ളാം, പൂവൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലും മേടിക്കാണ്ടോ? ഡയപ്പർ മേടിക്കണം. உங்களுக்கு குழந்தை இருக்கு சார்? நீங்க கப்பிள்ஸா? மேடம் பார்த்தா சின்ன பொண்ணா இருக்கு.
ഏയ് നോ, കസിൻ. ഓ സാരി സാർ, പറയിപ്പിച്ച്. എനിക്കുള്ളത് ഞാൻ എടുത്ത് ബില്ലാക്ക്. ഉത്തരവ് പോലെ ഒരറ്റ ചവിട്ട് കൊടുക്കണം. ഷോ, എനിക്കൊരു മനസ്സമാധാനമില്ല. രണ്ടും കീരിയും പാമ്പും പോലെ. അവൾക്ക് ബോധമില്ലേലും അവന് ബോധമുണ്ട്, അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. ഒരു നത്തോല മീനിനെ പോലെ നീ ചാടി ചാടി ഓട്ടിവാ. നീ എവിടെയായിരുന്നു? നീ ശരിക്കും അവളെ വിളിച്ചിറക്കി കൊണ്ടുവന്നോ? അനു ചേച്ചി, അനു ചേച്ചി. ഇപ്പൊ ഒരു സൗണ്ട് കേൾക്കാം. എന്ത് കേട്ടോ? എന്താണ്? അനുചേച്ചിനെ കണ്ടില്ലേ? കണ്ടു, കിട്ടി. എന്താ ഇവിടെ ഇരി? ഇവളെന്താ ഇവിടെ? അതൊരു കഥയാ. ഇരി പറയാം. ഞാൻ വരുമ്പോ കഥ പറയാൻ നീ എന്താ കാതികനോ? ഡെയിലി ഓരോന്നും നടക്കുമല്ലേ? അതും ശരിയാ. ഇത് നിങ്ങളുടെ സ്വന്തം വീടാ? ആ. ഇവിടെയാണ് അപ്പൊ നിങ്ങളുടെ ഡാഡി മമ്മി? ആർച്ച, ഞങ്ങളുടെ പാരന്റ്സ് മരിച്ചുപോയി. വാ. ഞാൻ ഈ റൂമാ യൂസ് ചെയ്യാറ്. നീ മറ്റേ റൂം എടുത്തോ. ഹേയ്, അത് വിട്. ഇതാ ജാനുവിന്റെ പെട്ടി. ഇതാ ജാനുവിന്റെ ഫോൺ വെച്ചോ. നിന്റെ ഏട്ടനെ വിളിക്കണമെങ്കിലോ? ആർച്ച ഓക്കെ അല്ലേ? ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം. എന്താ വേണ്ടേ? ഞാനിതുവരെ തമിഴ്നാട്ടിലെ ബിരിയാണി കഴിച്ചിട്ടില്ല. ഓക്കെ. ഞാൻ നാളെ സ്റ്റുഡിയോ പോവും. നീ അപ്പോ? ഞാൻ വരും. നിന്നെ കൊണ്ടുപോയാൽ ഞാൻ ആരാ പറയും? കസിൻ ഇന്ന് മാളി പറഞ്ഞില്ലേ? നോക്കാം. നീ ഉറങ്ങാനേ പാടില്ല. ഇതിനാണല്ലേ വിളിച്ചു വരുത്തി വയറ് നിറച്ച് ചോറ് തന്നേ? അല്ലാതെ രണ്ടും പ്രേമത്തിലാ. എങ്ങാനും മനസ്സൊന്ന് വ്യതിചലിച്ചാൽ നീ അവന്റെ കൂടെ കിടന്നാ മതി. അവളെ അച്ഛന്റെ റൂമിൽ കിടത്താം. അവൻ അതിനൊക്കെ ഉള്ള ബുദ്ധി ഉണ്ടാവോ? ഇക്കാര്യത്തിൽ അവൻ റാങ്ക് മേടിക്കും, എനിക്ക് ഉറപ്പാ. അപ്പൊ അവര് ചെന്നൈന്ന് വരും വരെ എനിക്ക് ശിവരാത്രി അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ഈ കുടുംബത്തിന്റെ മാനം നിന്റെ കയ്യിലാ. ഈ ജ്യൂസ് കൂടെ ഫിനിഷ് ചെയ്തിട്ട് മാനം കാത്താ മതിയോ? ഓ മതി. നീ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ? ഞാൻ എന്തുണ്ടാക്കാനായിട്ടാ? എനിക്ക് TV വെച്ച് തന്നിട്ട് പുള്ളി റൂമിൽ പോയി. നീ എന്നാ ടോയ്ലറ്റിൽ പോയിട്ട് കിടന്നോ. ഞാൻ നാളെ വിളിക്കാം. ആ ജനനി എന്താക്കാ? അവളെ അനുസരിച്ച് നിന്റെ റൂമിലാക്കിയിട്ടുണ്ട്. എന്റെ ഒരു സാധനം എടുക്കരുതെന്ന് അവളോട് പ്രത്യേകം പറയണം. ഹോ, പറഞ്ഞേക്കാം. ഗുഡ് നൈറ്റ്. അളിയാ, നമുക്ക് ഉറങ്ങണ്ടേ? നീ പോയില്ലേ? എന്നോട് അനുസരിച്ച് പോണ്ടാ പറഞ്ഞു. ജനനി ഇവിടുന്ന് പോകുന്നവരെ ഞാൻ ഇവിടെയാ. ഓ, സെക്യൂരിറ്റി. യെസ്. വാ കിടക്ക. ലൈറ്റ് ഓഫ് ആക്ക്. എന്തിനു? വെളിച്ചത്തിൽ എങ്ങനെ ഇതൊക്കെ? ഏതൊക്കെ? ഉറങ്ങുക. കണ്ണടച്ചുറങ്ങിയാ മതി. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ലൈറ്റ് ഇല്ലെങ്കിലേ മൂട്ട് വരൂ. എന്തിന്? ഉറങ്ങാൻ. ലൈറ്റ് ഓഫ് ആക്ക്. എനിക്ക് പേടിയാ. ഞാനുള്ളപ്പോ നീ എന്തിനാടാ പേടിക്കുന്നേ? എനിക്ക് നിന്നെയാണോ പട്ടി പേടി? സാർ എഴുന്നേക്കലയാ? സാർ തൂങ്ങി മുടിക്കലയാ? അറിയില്ല, റൂമിലാ. பிரேக்ஃபாஸ்ட் பண்ணி கிளீன் பண்ணிடுச்சு. கோலம் போடுறதுக்கு டைம் இல்ல. எனக்கு இன்னொரு வீட்ல வேலை இருக்கு. உங்களுக்கு கோலம் போட தெரியுமா? கோலம் அறியா? அச்சோ, இப்பதான் எனக்கு நிம்மதி ஆயிடுச்சு. சாருக்கு காலையில ஆபீஸ் போகிறதுக்கு முன்னாடி கோலம் பார்க்கணும். அப்படி பார்த்து போனா அன்னைக்கு நல்லது நடப்பாருன்னு நம்பிக்கை. அதனாலதான். நீங்க போடுவார்ல? போடும் போடும் போடும். சரி, அழகான புள்ள. ஸ்டெப்பு கீழே போட்டுடு. நான் கிளம்புறேன். ஓகே, பாய். കോലം ഇതൊക്കെ നിസ്സാരം. ഈ ആർച്ചക്കില്ലാത്ത കഴിവുകളുണ്ടോ? സെറ്റാക്കാം. ഈശ്വര, ഇന്ന് നന്നായി സോങ് എഴുതാൻ കഴിയണേ. എന്നത്തെയും പോലെ ഹിറ്റ് ആവണേ. എങ്ങനെയുണ്ട്? എന്താണിത്? കോലം. ഇതെന്താ ഇവിടെ? പണിക്ക് വന്ന അക്ക പറഞ്ഞു, ഈ സാറ് കോലം കണി കണ്ടേ പോവൂ, നല്ലത് വരുന്നു. പുള്ളിക്കാരിക്ക് ടൈം ഇല്ലാത്തോണ്ട് ഞാൻ സെറ്റ് ചെയ്തു. ഇവിടൊക്കെ ഇങ്ങനെയല്ലേ?
ആ വർക്ക് ഏരിയയിൽ എത്ര നേരം തെരഞ്ഞിട്ടാ ഈ ചട്ടി കിട്ടിയെന്നറിയോ? പിന്നെ ജെന്നിയുടെ ക്യൂടെക്സ് ഉള്ളതുകൊണ്ട് കളർഫുൾ ആക്കി. കൊള്ളാല്ലേ? നൈസ്. തൊഴുതിറങ്ങിക്കോ. ഭഗവാനെ, ഇന്നിനി എന്തൊക്കെ ഉണ്ടാവോ? എന്നെ നീ തന്നെ കാത്തോണേ. പോയേ, മനുവേട്ടന്റെ കൂടെ പോയേ. ഇന്നവിടെ തിരക്കൊന്നുമില്ല. അത് സാരല്ല, നീ പോകുമ്പോ തിരക്കായിക്കോളും. ഇവനെ കാണാൻ മാത്രം കയറുന്ന പെമ്പിള്ളേരെ വല്ല ബിങ്കോയോ ക്യൂടെക്സ് ഒക്കെ എടുത്തോളും. ചുമ്മാ. ചെല്ല്. ഞാനെന്നാ ഓ ആയിക്കോട്ടെ. ചോറുണ്ണാൻ വരാം. വേണമെന്നില്ല. അപ്പൊ കിച്ചോ? അവൻ ഇവിടെ കുറച്ച് തേങ്ങ പൊതിക്കാനുണ്ട്. ഞാൻ പോയിട്ട് വരാം. അളിയാ, ഞാനുണ്ട്. അയ്യോ, നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. നിനക്ക് എന്റെ ഫുഡല്ലേ ഇഷ്ടം? ഇന്ന് എനിക്ക് ഇഷ്ടല്ല. വാടാ പോവോ. ശരി എന്നാ. ഇനി ആര് തേങ്ങ പൊതിക്കും? അയ്യോ, ഞാൻ മോളെ വെറുതെ നോക്കിയതാ. വാവ്, ഇതാണോ സ്റ്റുഡിയോ? ആര് ചോദിച്ചാലും കസിന പറഞ്ഞാ മതി. അച്ഛന്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ? അപ്പൂപ്പന്റെ വകയിലെ. ഇവിടെ ഓടി മിണ്ടാതെ ഒരു സ്ഥലത്തിരുന്നോണം. ഫുഡും വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ആണോ? ദയവ് ചെയ്ത് എന്നെ പറയിപ്പിക്കരുത്. ശ്രമിക്കാം. പറയിപ്പിക്കാനോ? അല്ല. എന്നാ വാ. ചിലപ്പോ വല്ല ആക്ടേഴ്സ് ഒക്കെ വരും. വിജയസൂര്യൊക്കെ വരുമോ? അവരിപ്പോ വരില്ല, വേറെ ആരെങ്കിലും ഒക്കെ വരും. വരുമ്പോ ചാടി കയറി ഫാനാന്നൊക്കെ പറഞ്ഞ് അവർ അൺകംഫർട്ടബിൾ ആക്കരുത്. അയ്യോ, ഞാൻ ആരുടെ ഫാനല്ലേ. ഓക്കെ വാ. വെൽക്കം ബാക്ക് കണ്ണാ. കണ്ണനോ? எப்படி இருந்துருச்சு? செம்மையா இருந்த. ரொம்ப ரிலாக்ஸ் பண்ண. ரிலாக்ஸேஷன் முடிஞ்சிருச்சு. Now back to work. லிரிக்ஸும் நீதா, கம்போசரும் நீதா, சிங்கரும் நீதா. அட பாவி, கம்போசிஷன் மட்டும் போதும் சொன்ன. இப்ப எழுதணும் பாடணும்னா இனி ஆடவும் சொல்லுவாரோ? அதுக்கு என்ன மச்சி, உனக்கு வேணா நீ ஆடிக்கோ. போடா. வெயிட், யார் இந்த பொண்ணு? കസിൻ, അപ്പൂപ്പന്റെ കസിൻ. അതെന്നെ ലാസ്റ്റ് சொன்னா? അപ്പാവോட കസിൻ. അത് വിട്. ബാക്ക് ടു ദ കോൺവെർസേഷൻ. அப்போ மலையாளம் மூவி, ஏதோ குட்டி பசங்க படம். ஆனா நம்ம மூர்த்தி சாரோட பையன் இல்ல, அவன் தான் டைரக்ஷன். அதனாலதான் உன்னையே வேணும் நடம் பிடிச்சாங்க. நீயும் ரொம்ப நாளாயிடுச்சுல ஒரு மலையாளம் சாங் பண்ணி. ஓகே, என்னைக்கு வேணும்? முடிஞ்சா நாளைக்கு. என்னடா சொல்ற? சின்ன போர்ஷன்டா. ஆல்ரெடி போஸ்ட் ப்ரொடக்ஷன் போயிட்டு இருக்கு. அவங்க முன்னாடி ஒரு மல்லு கம்பஸ்ல வச்சு சாங் பண்ணிட்டா. ஆனா ஃபீல் பத்தாதுன்னு. தலை வலி. எதுக்குடா என்ன கேட்காம ஒத்துக்கிட்டேன்? மச்சா, சின்ன போர்ஷன்டா, உன்னால முடியும். ஓய் பாப்பா, அங்க உட்கார்ந்துக்கோ. ബ്രദർക്ക് ரொம்ப വേല ഇருக்கு. നീ അവിടെ ഇരുന്നോ, അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം. ടി വി ഒക്കെ ഉണ്ട്, ഗെയിമിംഗ് ഏരിയ ഉണ്ട്. பாக்குறதுக்கு ரொம்ப அழகா இருக்குல்ல? அது அங்கேயே இருக்கட்டும். நீ வா. சீன் என்ன? ஃபர்ஸ்ட் லவ் மச்சி. லவ் அட் ஃபர்ஸ்ட் சைட். ஒரு கியூட்டான பொண்ணு. அவ கியூட்னஸ் பார்த்து அவ விழுந்துட்டா. ஃப்ரெஷ் சப்ஜெக்ட் போல. மச்சி, லவ்னால கிளிஷேடா. நீயும் ட்ரை பண்ணு, புரிஞ்சிடும். ஐயோ வேணாம், நான் ஏதாவது பண்ணி தொலைக்கிறேன். கசினோட பேர் என்ன? எதுக்கு மச்சா? உன் சிஸ்டர்னா ஏன் சிஸ்டர்டா? ஓன்னு கூப்பிட வேணாம்ல, அதனால கேட்டேன். நீ வேற ആർച്ച. ബിഗ് നെയിം പോലെ. ബോറടിക്കുന്നു. വിക്രം. ഇതെന്താ ഈ തന്ത ഇങ്ങനെയൊക്കെ നോക്കുന്നേ? എന്നാച്ച്? എന്താ എന്തുപറ്റി? ആ സിനിമ നടനില്ലേ വിക്രം? സാരിങ് ഇരിക്കാറ്. ഓട്ടോഗ്രാഫ് വേണമാ? നീ പുള്ളിന്റെ അടുത്ത് പോയി അൺകംഫർട്ടബിൾ ആക്കിയോ? ഉണ്ടാ, പുള്ളി എന്നെ അൺകംഫർട്ടബിൾ ആക്കിയേ. അങ്ങോട്ട് നോക്ക്. ஓ அதுவா? சார் ரீல் ஷூட் பண்றாங்க. இல்ல, என்னையே നോക്കിയേ. ஏய் லூசு, அங்க நின்னு பார்த்தா இங்க காணவே முடியாது.
அப்படிப்பட்ட கிளாஸ். அவங்க உன்னை பாத்திருக்கவே மாட்டான். ഓ, ഞാൻ വിചാരിച്ചു. நீ ஒன்னும் விசாரிக்கண்டா, அவட போய் இரி. அதோ அந்த பக்கம் குட்டீஸ் இருப்பா, உனக்கு அவங்கதான் மேட்ச். போய் விளையாடு, போய் டிவி കാണാ. ഞാൻ എങ്ങോട്ടേലും പൊക്കോളാം. பில்டிங்னு வரத்து போறது. ആ, இன்னசென்டா இருக்கால, அவ எப்படியாவது இருக்கட்டும் இருக்கட்டும், எனக்கு என்ன. ஷோ, மச்சா சீன் வேணும்னா பாக்கலாம், அப்ப எழுதுறதுக்கு இன்ஸ்பிரேஷனா இருக்கும். வேணாம், எனக்கு ஆல்ரெடி இன்ஸ்பிரேஷன் இருக்கு. കുറുമ്പത്തി സുന്ദരി നിന്റെ ഈ പുഞ്ചിരി എന്നുള്ളിൽ പൂത്തിരി മെയ്യാകെ കുളിരല നിന്റെ കണ്ണിൽ കരിമഷിയായി തീരാൻ മോഹം നിന്റെ കവിളിൽ നുണക്കുഴിയായി ചേരാൻ ദാഹം നിന്റെ കണ്ണിൽ കരിമഷിയായി തീരാൻ മോഹം നിന്റെ കവിളിൽ നുണക്കുഴിയായി ചേരാൻ ദാഹം